ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 85. മഹാക്രമോ മഹാകർമ്മ മഹാതേജ മഹോരക മഹാക്രതുർമഹായജ്വാ മഹായജ്ഞോ മഹാഹവി. ഹരി ഓം. ഹരി ഓം. 671 നാമം മഹാക്രമ. വലിയ പാദവിന്യാസങ്ങൾ ഉള്ളവൻ. ഭഗവാന്റെ ഗമനമാണ് കാലം എന്ന് പറയുന്നത്. ഭഗവാന്റെ ഒരു കാലെടുത്ത് വയ്ക്കുമ്പോൾ ഇവിടെ ഋതുചക്രം മാറുന്നു. അങ്ങനെ മഹത്തായ പദവിന്യാസങ്ങളോട് കൂടിയവൻ എന്ന അർത്ഥത്തിൽ മഹാക്രമ. 672 നാമം മഹാകർമ്മ. സൃഷ്ടിസ്ഥിതി സംഹാരാദി തുടങ്ങിയ മഹത്തായ കർമ്മങ്ങൾ ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ മഹാകർമ്മ. 673 നാമം മഹാതേജ. അത്രയും വലിയ തേജസ്സുള്ളവൻ. ഭഗവാന്റെ ആ യഥാർത്ഥ രൂപത്തെ കാണാനുള്ള ശക്തി ഒരു സാധാരണ മനുഷ്യന്റെ കണ്ണുകൾക്കില്ല എന്നാണ്. അതുകൊണ്ടാണ് വിശ്വരൂപ ദർശനത്തിന് മുമ്പ് അർജുനന് ഭഗവാൻ ദിവ്യ ചക്ഷുസ്സിനെ കൊടുക്കുന്നത്. അതിനുശേഷം മാത്രമാണ് ഭഗവാന്റെ വിശ്വരൂപത്തെ അർജുനന് കാണാൻ സാധിച്ചത്. എന്നിട്ട് പോലും അർജുനന് സഹിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും തേജസ്സുള്ള ആ ഒരു രൂപമാണ് ഭഗവാന്റേത്. 1000 കോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ചതുപോലെ എന്നൊക്കെയാണ് ഭഗവാനെ കാണുന്നതിനെ കുറിച്ച് രാമായണത്തിലൊക്കെ പറയുന്നത്. അങ്ങനെയാണ് വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും തേജസ്സുള്ളവൻ, നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അത്രയും തേജസ്സുള്ളവനാണ് ഭഗവാൻ എന്നതിനാൽ മഹാതേജ. 674 നാമം മഹോരക. മഹാ ഉരക. ഉരകം സർപ്പം. സർപ്പങ്ങളിൽ ശ്രേഷ്ഠനായിട്ടുള്ള വാസുകിയായിട്ടുള്ളത് ഭഗവാനാണ് എന്ന് പറയുന്നു. ഇത് വിഭൂതി യോഗത്തിൽ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ളതാണ്. സർപ്പാണാം അസ്മി വാസുകി. സർപ്പങ്ങളിൽ ഞാൻ വാസുകിയാകുന്നു. അങ്ങനെ മഹാ ഉരകമായിട്ടുള്ള വിശേഷപ്പെട്ട സർപ്പമായ വാസുകിയായിട്ടുള്ളവനും ഭഗവാൻ തന്നെ. 675 നാമം മഹാക്രതു. മഹത്തായ യാഗം, ഏറ്റവും ശ്രേഷ്ഠമായ യാഗമായിട്ട് അശ്വമേധത്തെയാണ് കണക്കാക്കുന്നത്. ആ അശ്വമേധം ഭഗവന്മയമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ആ യാഗരൂപത്തിൽ ഇരിക്കുന്നതും ഭഗവാൻ തന്നെ. അതാണ് മഹാക്രതു. 676 നാമം മഹായജ്വ. മഹാനായ യജ്വാവ് എന്നാൽ ആ യാഗത്തെ ചെയ്യിക്കുന്നവൻ, അതിന് നേതൃത്വം കൊടുക്കുന്നവൻ, യാഗം ചെയ്യുന്നവൻ എന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ്. യാഗമായി ഇട്ടിരിക്കുന്നതും ഭഗവാൻ, അത് ചെയ്യിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നതും ഭഗവാൻ, ചെയ്യുന്നതും ആരാണ്? ഭഗവാൻ. എല്ലാം ഭഗവാൻ തന്നെയാണ്. അതാണ് മഹായജ്വ. 677 നാമം മഹായജ്ഞ. മഹത്തായ യജ്ഞം, ആ യജ്ഞത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയവൻ. ഇതും ഭഗവാൻ ഗീതയിൽ പറയുന്നു. യജ്ഞാനാം ചവ യജ്ഞോസ്മി. ഏറ്റവും ശ്രേഷ്ഠമായ യജ്ഞം എന്നത് ജപയജ്ഞമാണ്. എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ കലികാലത്തിൽ പറയുന്നത് നാമസങ്കീർത്തനത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട് എന്നാണ്. അങ്ങനെ യജ്ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജപയജ്ഞമായിരിക്കുന്നവൻ, ജപയജ്ഞ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ എന്നർത്ഥത്തിൽ മഹായജ്ഞ. 678 നാമം മഹാഹവിഹി. മഹത്തായ ഹവിസ്. ഹവിസ് എന്നാൽ ആ യജ്ഞങ്ങളിൽ ഹോമിക്കേണ്ട ദ്രവ്യങ്ങൾ, അതൊക്കെ തന്നെ ഭഗവാനാണ്. അപ്പോൾ ആ യാഗത്തിലേക്ക് ഹോമിക്കുമ്പോൾ എല്ലാം ഭഗവന്മയമായി തീരുന്നു. അങ്ങനെ ഭഗവന്മയമാകയാൽ ഹോമിക്കപ്പെടുന്ന ഹവിസ് എല്ലാം ഭഗവാൻ തന്നെ എന്നതിനാൽ മഹാഹവിഹി. ഹരി.